നമസ്കാരം. ഇന്ത്യയുടെ ജനാധിപത്യത്തെ ചവിട്ടിമെതിക്കാൻ നോക്കിയ ജിഹാദിയെ ഊരാക്കുരുക്കിലാക്കി എൻ.ഐ.എയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനാകാതെ ശ്വാസം മുട്ടി ഭീകരൻ. ഇന്ത്യയോട് കളിച്ചാൽ ഇങ്ങനെയിരിക്കും. തകർക്കാൻ നോക്കിയവനെ ഇരട്ടപ്പൂട്ടിട്ട് പൂട്ടിയിരിക്കുകയാണ് നാഷണൽ ഏജൻസി. തീവ്ര ഇസ്ലാമിക പ്രത്യയശാസ്ത്രം പ്രോത്സാഹിപ്പിച്ചതിനും ഇന്ത്യ വിരുദ്ധ അജണ്ട നടപ്പിലാക്കാൻ യുവാക്കളെ പ്രേരിപ്പിച്ചതിനും ഹിസ്ബുള്ള തഹ്രീർ ഭീകരൻ ഫൈസുൽ ഹുസൈനെതിരെ ദേശീയ അന്വേഷണ ഏജൻസി കുറ്റപത്രം സമർപ്പിച്ചു. ഇനി രക്ഷയില്ല. ഉള്ള കാലവും ഇരുമ്പഴിക്കുള്ളിൽ ഇന്ത്യ വിരുദ്ധത അയവിറക്കി കഴിയാം. കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ പത്രക്കുറിപ്പിലാണ് കേന്ദ്ര ഏജൻസി ഇക്കാര്യം അറിയിച്ചത്. IPC സെഷൻ 34, 120B, 153A, 153B എന്നിവ പ്രകാരമാണ് ഫൈസൽ ഹുസൈനെതിരെ കേസെടുത്തത്. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നിയമത്തിലെ സെഷൻ 13(1), 18 എന്നിവ പ്രകാരവും ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 8-നാണ് HUT ഭീകരനെ അറസ്റ്റ് ചെയ്തത്. ചെന്നൈയിലെ റോയപ്പേട്ടയിലെ ജാനി ചാൻ ഖാൻ റോഡിലുള്ള വാടക വസതിയിൽ മോഡേൺ എസൻഷ്യൽ എഡ്യൂക്കേഷൻ ട്രസ്റ്റ് അഥവാ മീറ്റ് ഹാൾ എന്ന പേരിൽ രഹസ്യമായി HUT മീറ്റിംഗുകൾ നടത്തിയിരുന്നതായും ഏജൻസിയുടെ പത്രക്കുറിപ്പിൽ പറയുന്നു. കൂടാതെ പ്രതി സോഷ്യൽ മീഡിയ വഴി HUTയുടെ തീവ്രവാദ വിശ്വാസങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു. വിഘടനവാദ പ്രത്യയശാസ്ത്രവും പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ വർഗീയ സംഘർഷമുളവാക്കുന്നതിനായി ഇയാൾ ദേശവിരുദ്ധത ഉള്ളടക്കം പ്രചരിപ്പിക്കുകയായിരുന്നു എന്ന് NIA പറഞ്ഞു. ഇന്ത്യയിൽ താമസിച്ചിട്ട് ഇന്ത്യക്കെതിരെ പോരാടാൻ നാണമില്ലേ? ഒന്നുമല്ലെങ്കിലും കാലുറപ്പിച്ച് നിൽക്കുന്ന മണ്ണിനോടൽപ്പം കൂറ് വേണ്ടേ? കൂറല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഇരിക്കും. 2024 ജൂലൈയിലാണ് സംസ്ഥാന പോലീസിൽ നിന്ന് കേന്ദ്ര ഏജൻസി കേസ് ഏറ്റെടുത്തത്. ചെന്നൈയിൽ നിന്ന് പ്രവർത്തിച്ചിരുന്ന ഫൈസുൾ കശ്മീർ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തണമെന്നും വാദിച്ചിരുന്നു. കൂടാതെ കശ്മീരിനെ മോചിപ്പിക്കാൻ പാകിസ്ഥാൻ സൈന്യത്തിന്റെ സൈനിക ഇടപെടലും ഇയാൾ ആവശ്യപ്പെട്ടതായി ഏജൻസി പറയുന്നു. ഇപ്പോൾ എവിടെടാ നിന്റെ പാകിസ്ഥാനും പാകിസ്ഥാൻ സൈന്യവും? അഴിക്കുള്ളിൽ കിടക്കാൻ കൂട്ടുവിളിക്ക് നിന്റെ പാകിസ്ഥാൻ സൈന്യത്തെ. കൂടാതെ ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിക്കാനും തീവ്രവാദ സംഘടനയുടെ ഇസ്ലാമിക ഭരണഘടന നടപ്പിലാക്കാനും ലക്ഷ്യമിട്ടായിരുന്നു ഇയാളുടെ പ്രവർത്തനങ്ങളെന്നും NIA പ്രസ്താവനയിൽ പറഞ്ഞു. ഇന്ത്യയിൽ താമസിച്ച് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്നവർക്ക് ഇതൊരു പാഠമായിരിക്കണം. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.